എല്ലാവർക്കും നമസ്കാരം. വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വൈഷ്ണവ സുദർശനത്തിലൂടെ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ചിങ്ങമാസം പിറന്നു. അപ്പോൾ ഇതിൽ കുറച്ച് നക്ഷത്രങ്ങൾക്ക് വളരെ അത്യുന്നതമായിട്ടുള്ള രാജയോഗം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. അതായത് ഈ ചിങ്ങമാസം മുതൽ ജ്യോതിഷപ്രകാരം ചില നാളുകാര് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ചില നക്ഷത്രക്കാരിൽ കാണുന്നു. ഇനി അത് ഏതെല്ലാം നക്ഷത്രങ്ങൾക്കാണ് ഈ ഭാഗ്യവും ഐശ്വര്യവും സമ്പന്നതയുമൊക്കെ കൊണ്ടുവരുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മലയാളികളെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകതകളുള്ള മാസമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. പുതിയൊരു ആണ്ടിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത്, പുതുവർഷം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ചിങ്ങം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ആ ഓരോ ദിവസത്തെയും, പ്രത്യേകിച്ച് ചിങ്ങം ഒന്നിന് ദിവസം നമ്മളുടെ വീടുകളിൽ ഓരോരുത്തർ കയറുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കും. അപ്പം അത്രയ്ക്ക് ഒരു മഹനീയത നമ്മൾ ഈ ചിങ്ങം ഒന്നിന് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പുതിയൊരു ആണ്ട് പിറപ്പും കൂടെ ആകുമ്പോൾ. അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമേ പറയുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധ ഉയർച്ചകൾക്കും ഉള്ളൊരു സമയമാണ് ഈ ചിങ്ങം ഒന്ന് മുതൽ കാണുന്നത്. ഈ നാളുകാർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടം ഉണ്ടാകുന്നൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് പ്രമോഷനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പുതിയ പുതിയ തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്ന, നല്ല ശമ്പളം ഉള്ള തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവർ ഏതൊരു കർമ്മരംഗത്ത് നോക്കിയാലും ഈ ഭരണി നാളുകാർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, പരിശ്രമിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരും ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഈ ചിങ്ങം ഒന്ന് മുതൽ. ഇവർക്കും ധനധാന്യ അഭിവൃദ്ധിയും അതുപോലെ ഐശ്വര്യവും വളരെ വലിയൊരു ഉയർച്ചയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു മനസമാധാനം കൈവരിക്കുന്ന ഒരു സമയമാണിത്. സാമ്പത്തികമായിട്ടുള്ളൊരു ഞെരുക്കങ്ങളൊക്കെ മാറുന്ന ഒരു സമയവും. എന്നാൽ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് അനാവശ്യ ചിലവുകളൊക്കെ വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കാർത്തികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യമാണ് അവരുടെ. അതുപോലെ തന്നെ ഭാഗ്യം ഉള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ സൽകീർത്തി
ഒക്കെ നേടുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു അവർക്കൊക്കെ വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വരുമാനം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇനി അടുത്ത 2 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രോഹിണിയും തിരുവോണവുമാണ്. രോഹിണിയെ സംബന്ധിച്ചും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ലാഭം അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതായത് അവർ പോലും വിചാരിക്കാതെ അവരൊരു അതിസമ്പന്നതയിലേക്ക് എത്താൻ പോകുന്ന ഒരു സമയമാണ്. പിന്നെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ടും നടക്കാറുന്ന പല ആഗ്രഹങ്ങളും നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. സമസ്ത മേഖലയിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്കും നല്ല ഒരു പഠന കാര്യത്തിലും കായികമായിട്ടുള്ള അഭ്യാസങ്ങളുടെ കാര്യത്തിലും സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ കണ്ടകശനിയുടെ ഒരു സമയം കൂടെ ആയതുകൊണ്ട് കൂടുതലൊരു ജാഗ്രത കർമ്മരംഗത്തിൽ എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഈശ്വരാനുഗ്രഹം വ്യാഴമൊക്കെ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസം. ഈ ചിങ്ങമാസം തൊട്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഗ്രാഫ് ഉയരത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് തിരുവോണക്കാർക്ക്. എല്ലാ മേഖലയിലും ഉയർച്ച നേടാനാകും. വച്ചടി കയറ്റമായിരിക്കും. ഇവരെന്താ ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യവും അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു ഒരു ആകർഷണമൊക്കെ ഇവർക്ക് ഉണ്ടാകും. എല്ലാവരെയും ഒരു വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് തിരുവോണ നക്ഷത്രക്കാരുടെ. വളരെയധികം ദൈവാധീനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മറ്റ് നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ പുണർദം നക്ഷത്രവും പൂയം നക്ഷത്രവും ആയില്യ നക്ഷത്രവും. പുണർദം നാളുകൾക്കും ഇതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സമ്പന്നമായിട്ടുള്ള രീതിയിൽ സർവ്വ സൗഭാഗ്യങ്ങളും എത്തുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ അവർ ഏറ്റെടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു മറ്റുള്ളവരിൽ നിന്നൊരു പ്രശംസയൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക്. ഇനി പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഒരു ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് സർവസമ്പത്പ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അവരിത്രയും കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ദോഷങ്ങളൊക്കെ അകന്നിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ജോലികൾ ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് ജോലിക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഇനി മറ്റൊരു നക്ഷത്രം പറഞ്ഞാൽ ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രത്തിനും ഈ പറഞ്ഞതുപോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവർക്ക് ചിങ്ങമാസം ആരംഭിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ
വലിയൊരു മാറ്റം, ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതി വന്ന് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈശ്വര ഭജനം നന്നായിട്ട് ഉണ്ടാവണം ഈ സമയത്ത്. അത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. നാഗരാജ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുന്നത് കൂടുതൽ ഭാഗ്യം നമുക്ക് അനുകൂലമായിട്ട് വരാൻ സാധിക്കും. അതുപോലെ തന്നെ മകനക്ഷത്രത്തിനും വളരെയധികം നല്ല ഒരു അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ, പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല ഉയർച്ചയുള്ള ഒരു കാലഘട്ടമാണ്. ഇനി മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അവർക്ക് ഏറ്റവും അധികം ഭാഗ്യം അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. അതായത് ഭാഗ്യത്തോടൊപ്പം നമ്മുടെ ഒരു പരിശ്രമവും കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ PSC ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെയധികം നല്ലൊരു സമയമാണ് പഠിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ. പിന്നെ സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ രംഗങ്ങളിലൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇനി മറ്റൊരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചിത്തിര നക്ഷത്രമാണ്. അപ്പോൾ ഈ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ ചില ആൾക്കാർക്ക് കുറച്ച് ആത്മവിശ്വാസ കുറവുള്ള ഒരു ആൾക്കാരാണെങ്കിൽ കൂടി ഈ സമയത്ത് അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും അതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തകളും അവരിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധാരാളം ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവരുടെ ആഗ്രഹ സാഫല്യങ്ങൾ എല്ലാം മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രങ്ങളിലൊക്കെ നന്നായിട്ട് പ്രദക്ഷിണം ചെയ്ത് ഓടി വരാതെ കുറച്ച് സമയം ക്ഷേത്രത്തിലൊക്കെ ചിലവഴിച്ച് കുറച്ച് സമയം ആ ക്ഷേത്രത്തിലൊക്കെ ഇരുന്ന് നാമജപമൊക്കെ ചെയ്ത് പ്രദക്ഷിണാധിക വഴിപാടുകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇത്രയും നാളും ഉള്ള ഒരു ജീവിതത്തിനൊരു മൗഢ്യം മാറി മറ്റൊരു രീതിയിലേക്ക് ജീവിതം ശ്രേഷ്ഠമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അടുത്തൊരു നക്ഷത്രം എന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. അവർ പോലും ആഗ്രഹിച്ച നടക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഈ ചിങ്ങമാസം തൊട്ട് വളരെ അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ചോതിയുടെ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. അതുപോലെ സാമ്പത്തികപരമായിട്ടൊക്കെ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു ഉയർച്ച കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാമ്പത്തികം നല്ല രീതിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചോദ്യ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റ് ഈ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പൈസയൊക്കെ നിക്ഷേപിക്കുമ്പോൾ അത് സർക്കാരിൻ്റേതാണ് എന്നുള്ളൊരു ഉറപ്പൊക്കെ വരുത്തിയതിന് ശേഷം ക്രയവിക്രയങ്ങളൊക്കെ നടത്തുക. ധനം ധാരാളം വരാനുള്ള സമയമൊക്കെ ഉള്ളതാണ്, പക്ഷെ അത് വേണ്ട രീതിയിൽ മണി മാനേജ്മെൻ്റ് എന്ന് പറയും, ധനവിനിയോഗം വേണ്ട രീതിയിൽ ചെയ്യുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ അതിന് ഈശ്വര അനുഗ്രഹവും കൂടി തേടുന്നതിന് വേണ്ടി ഭഗവത് പൂജ, നാമസങ്കീർത്തനം ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് കാരണമായി തീരുന്നു. പിന്നെ മറ്റൊരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവിട്ടം നക്ഷത്രമാണ്. ധാരാളം നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ചിങ്ങമാസം മുതൽ. കുറേ നാളുകളായിട്ട് വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചൊരു മൗഢ്യം ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്ന് നല്ല രീതിയിൽ പഠനത്തിൽ ശ്രദ്ധിക്കാനും പഠനത്തിൽ മുന്നോട്ട് പോകാനും
ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പരിശ്രമവും കൂടി നമ്മുടെ ഭാഗത്തു കൂടി വേണം എന്നുള്ളതാണ്. അത് ഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അനുകൂലമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടുകയും പഠനത്തിൽ മികവ് പുലർത്തുകയും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും കർമ്മരംഗത്ത് പുരോഗതിയും ധനധാന്യ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അവിട്ട നക്ഷത്രക്കാർക്ക്. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു കാലഘട്ടമാണ് അവിട്ട നക്ഷത്രക്കാർക്ക് ഈ സമയത്ത്, ഈ ചിങ്ങം മുതൽ. അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ, അവർക്കും ഏറെ ഭാഗ്യമുണ്ടാക്കുന്ന ഒരു സമയമാണ്. ക്ഷേത്ര ദർശനം വളരെ അധികം നടത്തേണ്ട ഒരു സമയവും കൂടിയാണ്. കാരണം വെച്ചാൽ ഈ ഭാഗ്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു ഈശ്വരാധീനവും കൂടി ഉണ്ടാവണം. ഏറെ ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. കർമ്മരംഗത്ത് ശോഭിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരാൽ നല്ല രീതിയിൽ പറ്റുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ സ്തുതിക്കുന്ന ഒരു സമയമാണ് ഉത്രട്ടാതിക്കാർക്ക്. അവരുടെ പൊതുവെ ജീവിതത്തിലുള്ള ഒരു മടി, അലസത, ഉറക്കം, ഇതൊക്കെ ഉത്രട്ടാതിക്കാരുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു മാറ്റം വന്ന് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ചിങ്ങം മുതൽ. അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യ ഫലദായകമാണ്. സമ്പൽ സമൃദ്ധികരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ നീങ്ങുന്നതിനും ആഗ്രഹ സാഫല്യവും ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഭാഗ്യം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഇത്രയും നാളുകളാണ് പ്രധാനമായും ഈ ചിങ്ങം മുതൽ നല്ല ഉയർച്ചയിലേക്ക് എത്തുന്ന നക്ഷത്രങ്ങൾ. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.